ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെന്താ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും മക്കൾക്കും ഇക്കാക്കും എല്ലാവർക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ബറാഅത്ത് നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ജിദ്ദയിലാണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഒരു ബറാഅത്ത് നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് കുറച്ച് കാര്യങ്ങൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്ന് അത് ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ. ഫസ്റ്റ് ഞാനത് പുഴുങ്ങാൻ വേണ്ടി കുക്കറിൽ വെച്ചതാണ്. അപ്പോൾ പിന്നെ ഇക്കാക്ക ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. ചിക്കൻ ചില്ലി ഗ്രേവിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. പൊറോട്ട വാങ്ങിക്കുകയാണ്, പിന്നെ പത്തിരൊന്നും ഉണ്ടാക്കണില്ല. അപ്പം ഞാൻ ആദ്യം പിന്നെ പൊറോട്ട കുറച്ച് നെയ്ച്ചോറും ആക്കാമെന്ന്, പിന്നെ പൊറോട്ട തന്നെ ആക്കിയിട്ടോ. പിന്നെ നോമ്പ് പറഞ്ഞാൽ ആർക്കും തിന്നാനൊന്നും വേണ്ടി വരില്ല. അപ്പം പിന്നെ അത് മതിയെന്ന് വിചാരിച്ച് പിന്നെ നെയ്ച്ചോറൊന്നും വെച്ചിട്ടില്ല. പിന്നെ അപ്പോൾ അതിനുള്ള ചിക്കൻ ഗ്രേവിക്കുള്ള അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് കാക്ക. പിന്നെ ഒരാണിട്ട് ഉണ്ടാക്കണത്, എനിക്ക് ഉണ്ടാക്കാറുണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പം പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അതിലേക്കുള്ള തൈരും ഒക്കെ മുളക് പൊടി, കാശ്മീർ ചില്ലിപ്പൊടി, കോൺഫ്ലോർ ഒക്കെ ഇട്ടുകൊണ്ടൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് അതൊന്നും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇപ്പോൾ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പിന്നെ ചെറുനാരങ്ങ, ഭയങ്കര ചെറിയ നാരങ്ങയാണ്, അപ്പോൾ അത് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര അപ്പം കുറച്ച് വിനാഗിരി ഒഴിച്ച്. പിന്നെ ഞാൻ സമൂസ പൊരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ സമൂസക്കുള്ള അതും അക്കക്ക കൈ കൊണ്ട് തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പൊരിച്ചുകാണ്ടാണ് വെക്കാറുള്ളത്. ചിക്കനായാലും ബീഫായാലും ഒന്ന് പൊരിച്ചുകാണ്ട് ക്രഷ് ചെയ്തെടുക്കാറായിട്ടുള്ളത്. പിന്നെ ഇത് ചിക്കൻ ചില്ലി ഗ്രേവിക്കുള്ള സവാളയും ക്യാപ്സിക്കോയും ഒന്ന് സ്ക്വയർ ഇതിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാനിതാ പിന്നെ ആ സമൂസക്കുള്ള ചിക്കനൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. നല്ല പൊരിച്ചിതാവൊന്നും വേണ്ട, എന്നാലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വേവിച്ചുകൊണ്ട് ഉടച്ച് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെച്ചാൽ. അപ്പോൾ അങ്ങനെ വെക്കാത്തൊന്ന് വെച്ച് നോക്കണ്ടി, ഉണ്ടാക്കി നോക്കണ്ടി, എന്നിട്ട് കമൻ്റ് അറിയിക്കേണ്ടി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പോൾ തന്നെ അതിന് ശേഷം ആ ഓയിലിനെ എടുത്തുകൊണ്ട് കാക്ക അതിൻ്റെ പിന്നെ പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ചുകൊണ്ട് അതിന് ചിക്കൻ ചില്ലി ഗ്രേവിക്കുള്ള ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ സമൂസക്കുള്ള ചിക്കനൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി മോള് ചെറിയ എല്ലിൻ്റെതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിങ്ങാണ്ട് ഇറച്ചി മാത്രം ആക്കുകയാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ മോളെ മാറ്റി തരുന്നുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, അസർ ബാങ്ക്, മഗ്‌രിബല്ല കേട്ടോ, അസർ ബാങ്ക്. അത് കഴിഞ്ഞ് കക്കായിലേക്കുള്ള ഉള്ളി ഒന്ന് ഓയിലിൽ വഴറ്റിയെടുക്കുകയാണ്. അധികം ഇതാവൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ഇതാക്കിയെടുക്കുകയാണ്. അതുപോലെ അത് ഒഴിച്ചതിന് ശേഷം പിന്നെ അതിൽ തന്നെ ക്യാപ്സിക്കോ ഒന്നതേമാതിരി വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും പെട്ടിട്ടില്ല, മോനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇത് പൊരിച്ച് വന്നതിൻ്റെ ശേഷം അതിൽ കുറച്ച് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഇന്ന് കാണുന്നില്ല. അപ്പോൾ ഞാൻ സമൂസക്കുള്ള അതിൻ്റെ ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കേട്ടോ. അങ്ങനെ രണ്ട് അടുപ്പിലും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള കോൺഫ്ലവർ ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് പിന്നെ എന്താണ് ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ഇതും സോയാ സോസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇത് മോൻ ഇങ്ങനെ എടുക്കുകയാണ്, ഇങ്ങനെ അതിൻ്റെ വീഡിയോ രണ്ടും അടുപ്പ് കത്തുന്നതും ഓനിങ്ങനെ എടുത്തതാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം കാക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിലേക്ക് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഗരം മസാല ആഡ് ചെയ്യാണ്. പിന്നെ ലാസ്റ്റ് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒക്കെ ലാസ്റ്റാണ് ഓർമ്മ, അപ്പോൾ ലാസ്റ്റാണ് അത് ഇട്ടത്. പിന്നെ അതിലേക്ക് വഴറ്റി വെച്ച പിന്നെ സവാളയും ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കണ്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബറാഅത്ത് നോമ്പിന് എന്താ ഉണ്ടാക്കിയെന്നൊക്കെ കമൻറ്റ് ചെയ്യണ്ടോ. എല്ലാവരും നോമ്പൊക്കെ നോറ്റ് എല്ലാവരും ഉഷാറാണെന്ന് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി റമദാനൊക്കെ വരികയാണല്ലോ അല്ലേ.
അങ്ങനെ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കണക്കൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. നല്ല കുരുമുളക് പൊടി ഇട്ടിട്ടില്ല, അപ്പോൾ അതും കൂടെ പിന്നെ ലാസ്റ്റ് ആഡ് ചെയ്യാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ചപ്പും പൊതിനൊന്ന് കട്ട് ചെയ്ത് കണ്ട് മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞ് അതങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് കാക്ക അത് നല്ല അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാക്കൻ്റെ ആ പണി കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് ഞങ്ങളിങ്ങനെ എടുത്തേക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ജിന്തിനെ അവിടെ കരഞ്ഞിനെ? ജിന്തിനെ കരഞ്ഞിനെ? ചാദ്യം എന്താ കാട്ടി? പൊട്ടാ തല മുട്ടിച്ചോ? നന്നായി, എനിക്ക് അങ്ങനെ തന്നെ വേണം. ചിക്കൻ കറി, ഇപ്പൻ്റെ ചിക്കൻ കറി, ഇമ്മൻ്റെ തമ്മൂസ. അങ്ങനെ പിന്നെ സമോസകളെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അതൊന്ന് നിറയ്ക്കണം. അപ്പം മോളാണ് ഇതൊക്കെ നിറയ്ക്കാറുള്ളത്. അപ്പോൾ ഓൾക്ക് ഇത് അത്ര വശമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇത് ഷീറ്റ് നമ്മൾ വാങ്ങിയതാണ് ഇതിൻ്റെ ഓല. അപ്പോൾ അതിലേക്ക് അതൊക്കെ അങ്ങനെ ചുറ്റണത് എത്ര ഉണ്ടാവില്ല. ഓളധികം നമ്മൾ ഇങ്ങനെ കുഴച്ചിങ്ങാണ്ട് ബോൾസാക്കി പരത്തിയിട്ട് 4 പീസാക്കി ചെയ്യുക. പിന്നെ എന്നിട്ട് കോണാക്കിങ്ങാണ്ട് അതൊക്കെ നല്ല ചിപ്പാണ്. അങ്ങനെ അവൾ ചെയ്യലുണ്ട്. അവൾക്ക് ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് അവൾ ചെയ്യും, നല്ല വൃത്തിക്ക് ചെയ്യും. ഇതൊക്കെ അത്ര ഇതില്ല. അപ്പോൾ ഇതൊന്ന് എങ്ങനെയൊന്നൊന്ന് കാണിച്ചു തരുമോ എന്ന് വെച്ചിങ്ങാണ്ട് അവൾ എന്നോട് പറയണം. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ലാസ്റ്റ് പിന്നെ ഓളെല്ലാം ആക്കിയത്. പിന്നെ എൻ്റെ കാക്കിയും മരുവനും കൂടെയാണ് പിന്നെ കേട്ടോ അത് നിറച്ചത്. പിന്നെ ഓളെ ചെയ്തില്ല. അവൾ പിന്നെ ക്യാരറ്റൊക്കെ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മോള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഓള് പിന്നെ ജ്യൂസൊക്കെ അടിച്ച് വെക്കുകയാണ്. അപ്പോൾ കാറ്റിൽ പാൽ വെച്ച് ഐസ്ക്രീം ലാസ്റ്റ് ഐസ്ക്രീം വാങ്ങിയിട്ടൊന്ന് ഐസ്ക്രീം ഇട്ടൊന്ന് അടിച്ചിക്കണം കേട്ടോ. പിന്നെ അതൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഐസ്ക്രീം കൂടെ ഒന്നും കൂടെ ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ മാമൻ പറഞ്ഞ് നമുക്ക് കുറച്ച് ഐസ്ക്രീം വാങ്ങിയിട്ടൊന്ന് അതിലിട്ട് അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓന് ലാസ്റ്റ് ഐസ്ക്രീം വാങ്ങി ഒന്നുകൂടെ അടിച്ചിട്ടുണ്ട്. ഇത് പാലും വെള്ളം പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. കാറ്റ് ജ്യൂസ് നല്ല ടേസ്റ്റാണല്ലോ. അവൻ്റെ അനിയനും വരും, തതനും മോനും അവരൊക്കെ വരും കേട്ടോ നോമ്പുറക്കാൻ. വൈകുന്നേരം വരും. എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നോമ്പൊക്കെ തുറന്ന ഒക്കെ ആകുമ്പോൾ അതൊരു വേറൊരു വൈബ് തന്നെയാണല്ലോ എല്ലാവരും ഉണ്ടാവുമ്പോൾ. അങ്ങനെ പിന്നെ മോളത് അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് അവരിവിടെ അങ്ങനെ ഇത് സമൂസ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാണ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് പിന്നെ ഞാനതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് സമൂസൊക്കെ. പിന്നെ അതിലേക്ക് നമ്മൾ ചെറുപയർ പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. ലേശം നെയ്ച്ചോറിൻ്റെ അരിയും കുറച്ച് ചെറുപയർ പരിപ്പ് ഇട്ടാണ്ട് വേവിച്ചിട്ട് പാലൊക്കെ ഒഴിച്ചാണ് വറവിട്ടെടുത്തേക്കാണ്. അതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ പരിപ്പ്. പിന്നെ കുറച്ച് അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നോമ്പ് തുറന്ന് വെള്ളം ഒന്നും കുടിച്ചാൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല. എന്നാലും പിന്നെ ഇതൊക്കെ ഒന്നുണ്ടാക്കിയതാണ്. ഒക്കെ കുറേശ്ശെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കണ്ടമാനൊന്നും തോനായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ തതനും മോനും ആങ്ങളെയൊക്കെ വരില്ല. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ഇതിലുണ്ടാക്കണമല്ലോ. അങ്ങനെ സമൂസൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ എന്താണ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ഓലയാണ് കേട്ടോ. വലിയൊരു സുഖം തോന്നി. ഞങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങലുണ്ട് ഇത് ഈ കമ്പനീൻ്റെത്. പക്ഷേ അതൊക്കെ നല്ല അത് പറയണ്ടാണ് മോള് പറഞ്ഞ് വാങ്ങിച്ചത്. പിന്നെ വലിയൊരു ഇത് തോന്നണില്ല. പിന്നെ അതാ ചിക്കൻ ചില്ലി ഒക്കെ ആക്കി അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ പിന്നെ തതന് മോൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കളായിട്ട് കളിക്കുന്നൊരു വീഡിയോ ആണ്. ഒരു ഫ്രൂട്ട്സൊക്കെ മുറിച്ചാണ് കഴിക്കാൻ കേട്ടോ മക്കൾ. പിന്നെ ഇതാ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സുപ്ര വിരിച്ചിങ്ങാണ്ടാണ് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കണത്. അപ്പം സാധനങ്ങളൊക്കെ ഇതെടുത്ത് വെക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ബാക്കിയെല്ലാം നിർക്കാൻ കഴിയില്ല കേട്ടോ. ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നതിൻ്റെ ശേഷം ആ കാര്യങ്ങളിട്ട് എടുക്കണത് സമൂസ, പിന്നെ ഇതൊക്കെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതാ ചെറുപയർ പരിപ്പൊക്കെ കഴിക്കുന്നുണ്ട്. ജ്യൂസാരും പാർന്ന് കുടിച്ചിട്ടില്ല. ആദ്യം എല്ലാവരും ഫ്രൂട്ട്സൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴാണ് ഓർമ്മ ഇതൊക്കെ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്ത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ പാത്രങ്ങളൊന്നും വേണ്ടല്ലോ. സുപ്ര വിരിച്ച് അതിൽ വെച്ച് തിന്നാൽ പാത്രങ്ങൾ കുറേ കുറയും.
പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നാലട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ പിന്നെ നാസ്ത കഴിച്ചത്. പൊറാട്ടയും ബീഫും ഇതല്ല, പൊറാട്ടയും ചിക്കൻ ചില്ലി ഗ്രേവിയാണല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.